Welcome to a world where logic simply does not apply. This is Beyond Logic. എടാ ജമനെ, ഈ 11:11 ഒരു 11:11 പാർട്ട് ടൈം ആ സംഭവം ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ ഇപ്പോൾ ഈ ഫോണിലായാലും മറ്റേ നേരത്തെ ഉപയോഗിച്ച റിയൽമി ഫോണിലായാലും എല്ലാം ഞാൻ ഫോൺ എടുക്കണ സമയം നോക്കാനൊന്നും ആയിരിക്കില്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. അന്നേരം സമയം 11:11. ശരിക്കും അത് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ ആയിട്ടൊക്കെയാണ് എല്ലാരും പറയുന്നത്. ഇപ്പൊ നിനക്ക് ഇപ്പൊ ബൈബിളൊക്കെ വായിക്കുന്നതുകൊണ്ട് ഈ 11:11 എന്ന് പറഞ്ഞാൽ ബൈബിളിലൊക്കെ അതിനകത്തെന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയുടെയും ഇതൊക്കെ ആയിട്ടാണ് പറയുന്നത്. ഞാൻ യൂട്യൂബിൽ കയറി നോക്കി, അന്നേരം അവര് പറഞ്ഞ അത് ഭയങ്കര ഭാഗ്യമുള്ളവർക്കാ മറിച്ച എക്സാം എല്ലാം കഴിഞ്ഞ് പൊട്ടി വന്നിരുന്നപ്പോഴാണ് ഞാൻ ശരിക്കും ആഴ്ചയായിട്ട് ഇത് കാണാൻ തുടങ്ങിയത്. അന്നേരം അവര് പറയും അത് ഭയങ്കര ഭാഗ്യമുള്ളവർക്ക് കിട്ടണേ, മറ്റത് കിട്ടണേ. എനിക്ക് ഒത്തിരി പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ മറ്റേ നമ്മുടെ സ്കൂട്ടറെല്ലാം ഓടിച്ച് പോകുമ്പോയില്ലേ 11 അല്ലെങ്കിൽ വരും, ഇല്ലെങ്കിൽ 1000, 17,000. ഇത് ഞാൻ എപ്പോഴും 11 പറഞ്ഞ സമയത്ത് ഇപ്പം ഫോൺ അവിടെ എവിടെയെങ്കിലും ഇരിക്കുമായിരിക്കും, ജോലിക്ക് കിടക്കായിരിക്കും, ഫോൺ അവിടെ ഇരിക്കുമായിരിക്കും. അന്നേരം പെട്ടെന്ന് ഞാൻ ഈ 11:11 വരുമ്പോഴത്തേക്ക് എൻ്റെ ബ്രെയിൻ പറയുക ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞിട്ട് നോക്കുമ്പോൾ 11:11. ഞാനിപ്പോൾ ഇത് ആരും പറഞ്ഞ വിശ്വസിക്കില്ലാത്തതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഈ കൂട്ടുകാർക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിലും കാണിച്ചു കൊടുക്കാൻ. ഇവർ പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ, ഞാൻ എന്താ ഇത് കാണണമെന്നാണ് ഞാൻ ഓർത്തോണ്ടിരിക്കണേ. ഞാൻ അങ്ങനെ ഓർക്കാറുണ്ട്, ഇതെന്താ ഞാൻ തന്നെ ഈ 11:11 എപ്പോഴും കാണണ എന്നാ ഞാൻ ഈ പറഞ്ഞ 11:11 എപ്പോഴും കാണണം. അപ്പൊ ഞാനിപ്പം ഇതിലെ ഫോണ്ട് മാറ്റിയിട്ടാ നടുക്കത്തെ കുത്തി 2 മാറ്റി കളഞ്ഞു. അപ്പൊ ഇപ്പൊ മൊത്തം 1 എപ്പ ഫോൺ എടുത്താലും 1 ഇപ്പൊ രാത്രിയൊക്കെയാണ് ഫോൺ എടുക്കുന്നെങ്കിൽ 1. അതേപോലെയാണ് 0333 മറ്റേത് സെയ്ത്തന്റെ നമ്പറാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിയാ, അതുപോലെ 6 കാലിന്റെ എന്നൊക്കെ പറഞ്ഞാൽ അതെ, അതൊക്കെ അറിയത്തില്ല. ഇതെന്നാ സംഭവം അറിയത്തില്ല. ഗൂഗിൾ 11 ശരിക്കും പറഞ്ഞ ഈ വിഷ് നമ്പർ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഏഞ്ചലിന്റെ നമ്പറൊക്കെ അതിന്റെ അത് ഒരു പ്രത്യാശയുടെ ഇതൊക്കെ ആയിട്ടാണ് പറയുന്നത്. എന്ത് പ്രത്യാശയാണ്, എന്ത് കുന്താണോ ഇപ്പഴും ഞാൻ സംഭവം കാണുന്നുണ്ട്. പിന്നെ ഈ സ്കൂട്ടറിലൊക്കെ ഈ 5 എഴുതിയിട്ടുണ്ടാകുമ്പോ 5 3 വരും. അങ്ങനെ ലക്കി നമ്പർ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് മെട്രിക്സ് നമ്മളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള സംഭവമായിട്ടാണ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്പറൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. 11:11 എന്നുള്ളത് ഞാനിപ്പം എന്തായാലും കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇത് എന്നാന്ന് കണ്ടുപിടിക്കാം. 11:11 എന്നാ സംഭവം നമുക്കറിയത്തില്ല. ഞാനിത് ഇപ്പോഴും കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ് ഇന്നലെ വരെ കണ്ടിട്ട്, ഇന്നലെ വരെ രാത്രി ഫോൺ എടുക്കുമ്പം ഇപ്പം അത് ഓർത്തോണ്ട് എടുത്തു കഴിഞ്ഞാൽ കാണത്തില്ല. 11:11 കാണണം എന്ന് ഓർത്തോണ്ട് ഫോൺ എടുക്കുവാണെങ്കിൽ ഒന്നും നടക്കില്ല. ചുമ്മാ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സമയം നോക്കാനോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ എന്തെങ്കിലും വന്നിട്ട് ഫോൺ എടുക്കാൻ നേരത്ത് 1 ഞാൻ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇഷ്ടം പിടിയേണ്ട കിടപ്പുണ്ട്. ഡേറ്റ് നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ, തപ്പി നോക്കട്ടെ. പഴയ ഫോണിലൊക്കെ കുറെ ഉണ്ടായിരുന്നു, നമുക്ക് അറ്റാച്ച് ചെയ്തിടാം. ഇഷ്ടം പിടി കിടപ്പുണ്ട്. എന്നാ സംഭവം എന്ന് അറിയത്തില്ല. ഈ 11:11 എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കമന്റ് വായിച്ചോണ്ട് 2 സിറ്റുവേഷൻ സെയിം ആണെന്ന് അറിയാലോ. അതെ, വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇടാം. നിങ്ങളുടെ കമന്റ് വായിച്ചോണ്ട് കമന്റ് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.